നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ രണ്ടാഴ്ചയായി ചർച്ച ചെയ്യുമ്പോഴും ആകെയുണ്ടായ ഒരു മാറ്റം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു നീക്കം, ശബരിമലയുടെ സ്വർണ്ണപ്പാളി കടത്തി എന്ന് ആക്ഷേപമുള്ള സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുമ്പോഴും ദേവസ്വം ബോർഡ് അധികൃതർ അടക്കമുള്ളവർ കാണിച്ചിട്ടുള്ള അനാസ്ഥ നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. പക്ഷെ ഇതുവരെയും അന്വേഷണം ആ രീതിയിലേക്ക് പോകുന്നതായി നമുക്ക് തോന്നുന്നുമില്ല. സ്വർണ്ണപ്പാളി വിജയ് മല്യ അവിടെ സ്വർണം പൂശിയിരുന്നുവെന്ന് 2019 സ്വർണം പൂശിയിരുന്നുവെന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ആ പാളി വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തുവിടുമ്പോൾ അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടാവുന്നത്? അതൊരു അനാസ്ഥയല്ല, മറിച്ച് കള്ളത്തരമാണെന്ന് നമുക്കേവർക്കും അറിയാം. അടിച്ചു മാറ്റാനുള്ള സൗകര്യത്തിന് അത് വൃത്തിയായി തന്നെ അങ്ങനെ ചെയ്തതുമാണ്. ഇനി ഇത് കോടതിയിലേക്ക് പോയാലും ദേവസ്വം അധികൃതർ ചെമ്പ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം വമ്പൻ സ്രാവുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി മനസ്സിലാക്കേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിനു മുമ്പും കേരള സർക്കാരുമായി ബന്ധപ്പെട്ടുവരുന്ന അഴിമതി ആരോപണങ്ങളിൽ അവിടെ പ്രതിയാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നത് ചില ഉദ്യോഗസ്ഥർ മാത്രമാണ്. നമ്മൾ ഏവരും ചർച്ച ചെയ്ത സ്വർണ്ണക്കടത്ത്, നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിനെ പറ്റി നമുക്ക് ഏവർക്കും അറിയാം. ആ കേസിലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും ഒക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിട്ടും ആകെ അവിടെ പെട്ടുപോയത് ശിവശങ്കർ എന്ന IAS ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ശിവശങ്കർ എന്ന IAS ഉദ്യോഗസ്ഥനാകട്ടെ വാ തുറന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വപ്ന സുരേഷ് കാണിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ചില ഭീഷണികൾ മുഴക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകൾക്ക് ഇനി ആരാണ് വില കൽപ്പിക്കുക? സാധാരണക്കാരായ ഒരു കടയുടമ പോലും കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഞങ്ങൾ ആഹാരം ഏറ്റവും ബേസിക് ആയിട്ടുള്ള തൈര് പോലും നിങ്ങൾക്ക് ആഹാരം കഴിക്കാനായി തരികയോ വെള്ളം പോലും എൻ്റെ കടയിൽ നിന്ന് തരികയോ പോലും ചെയ്യുകയില്ലായിരുന്നു. അതിന് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പുരോഹിതനായിരുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വൈദികനായതുകൊണ്ട് തന്നെ പാലിക്കേണ്ടതായ മര്യാദകളുണ്ടെന്ന് കേരളീയ പൊതുസമൂഹം വിചാരിക്കുന്നു. പിണറായി വിജയനോട് അത്രത്തോളം വൈരാഗ്യമുണ്ടാകാനുള്ള സാധ്യതകളില്ല. കാരണം പിണറായി വിജയൻ ഒരു രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരനും മുഖ്യമന്ത്രിയുമാകുമ്പോൾ തന്നെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവുകയും അഴിമതിയുടെ കറവിറുകയും ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത്തരത്തിലുള്ള അഴിമതികളിലൂടെ നേരത്തെയും പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ലാവ്ലിൻ കേസടക്കം അത്തരം കേസുകളിൽ പെട്ടിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആർജവമുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മെയ്വഴക്കമുള്ള നേതാവാണ് പിണറായി വിജയൻ, നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളിൽ പോലും അടിപതറാതെ അത്തരം ആരോപണങ്ങളിൽ വളരെ കൃത്യത ഉണ്ടായിട്ടും തൊട്ട് അപ്പുറത്തു നിന്നിരുന്ന അല്ലെങ്കിൽ ആരായിരുന്നു ഇതിൽ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വപ്നയുടെ പേരിന് പ്രശ്നമുണ്ടായി എന്നതൊഴിച്ചാൽ സ്വപ്നയും കൂട്ടുപ്രതിയായിരുന്നു. സ്വപ്നയെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ സ്വപ്ന പോലെ തന്നെ ഒരു ക്യാരക്ടറായി അല്ലെങ്കിൽ ശിവശങ്കറിനെ പോലെ ഒരു ക്യാരക്ടറായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറും എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും ഈ കേസിൽ ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ചിലപ്പോൾ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ മുരാരി ബാബു ഒക്കെ പെടുന്ന അത്തരത്തിലുള്ള 2 or 3 പേര് കൂടി പ്രതിപട്ടികയിലേക്ക് വരാമെന്നല്ലാതെ ഭരണകൂടത്തെയോ ഭരണകൂട സംവിധാനങ്ങളെയോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. കാരണം കേരളത്തിലെ പോലീസ് അവരുടെ കൂടെയാണ്. സ്വപ്ന സുരേഷിനെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കടത്തിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തു. കാരണം കൃത്യമായ തരത്തിൽ സ്വർണ്ണക്കടത്തിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ വൈകാരികതയും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ശബരിമല വിഷയമായതുകൊണ്ട് തന്നെ ആരെയെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി പിണറായി വിജയൻ കാണുന്നുണ്ട്. അതിന് മറയായി ഇപ്പോൾ ശിവൻകുട്ടിയുടെ ഹിജാബ് വിഷയവും കത്തിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഭരണകൂടത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു പണവിട സ്വർണം പോലും ശബരിമലയിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരയാകുമെന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. പക്ഷെ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആരാണ് നമ്മുടെ ക്ഷേത്രങ്ങളെ ഇത്തരത്തിൽ
നാശമാക്കാൻ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ, ഇത്തരത്തിലുള്ള കൊള്ളയടിക്കാൻ വരുന്ന സർക്കാരുകൾക്ക് ഒത്താശ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഹിന്ദുവിലെ ഒരു വിഭാഗവും അവരോടൊപ്പമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുറച്ചെങ്കിലും അത്തരത്തിൽ ക്ഷേത്രങ്ങളെയോ അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ ബോധവാരാകാത്ത ഒരു സമൂഹം, ഇടതുപക്ഷ സമൂഹം, ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മതേതരത്വം എന്ന പേര് പറഞ്ഞ്, വ്യാജ മതേതരത്വത്തിൻ്റെ പേരിൽ വ്യാജ മതേതര സങ്കല്പങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ മാത്രം നടത്തുന്ന ശ്രമങ്ങളാണ് എല്ലാമെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ തിരിച്ചടി നൽകേണ്ടത് വരുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ലോകത്തെല്ലായിടത്തും അതിൻ്റെ ജന്മ സ്ഥലത്തു പോലും കമ്മ്യൂണിസം ഇല്ലാതായതുപോലെ തന്നെ കാലക്രമേണ കമ്മ്യൂണിസം ഇല്ലാതാകുമെന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോഴേക്കും കേരളത്തിലെ ക്ഷേത്രങ്ങളെ പണ്ടൊക്കെ മുഗൾ രാജാക്കന്മാരടക്കം നശിപ്പിച്ചതുപോലെ തേച്ച് കഴുകി വൃത്തിയാക്കി അതിനെ ഇല്ലാതാക്കിക്കൊണ്ട്, കേരളത്തിൻ്റെ സംസ്കാരം ഇല്ലാതാക്കിക്കൊണ്ട്, കുടുംബ വ്യവസ്ഥകൾ ഇല്ലാതാക്കിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അരാജകത്വമില്ലെങ്കിൽ CPM ഇല്ല. അരാജകത്വത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് നമുക്ക് അറിയുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇവർ നടത്തുന്നതെന്ന് വ്യക്തമാവുകയാണ്. വിശ്വാസങ്ങളെയും ക്ഷേത്രങ്ങളെയും നശിപ്പിച്ചുകൊണ്ട്, കുടുംബ വ്യവസ്ഥയെ തകർത്തുകൊണ്ട്, നമ്മളുടെ കുട്ടികളുടെ മാനസികാരോഗ്യം തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഓരോ സെക്കൻഡും ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും നടക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവാഭരണം പന്തളം രാജകുടുംബത്തിൻ്റെ കയ്യിലായതുകൊണ്ട് മാത്രം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അത് വീണ്ടെടുക്കാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സർക്കാർ സമീപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഭാഗ്യവശാൽ അതുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ തിരുവാഭരണവും കൊള്ളയടിക്കപ്പെട്ടേനെ. ഇനി അയ്യപ്പൻ അവിടെയുണ്ടോ എന്ന് പോയി നോക്കണം. അയ്യപ്പ വിഗ്രഹം ഒറിജിനലാണോ എന്ന് അന്വേഷിക്കുകയും വേണം.